ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇമേജിനകത്ത് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം കുറേ പേര് എന്നോട് യൂസ് ആയിരുന്നു ഫോട്ടോയ്ക്കകത്ത് എടുത്തു വരുന്നത്. അത് കുറച്ച് ഭാഗം മാത്രം വായിച്ചിട്ട് എടുത്തിരുന്നതാണ്. സ്നാപ്സീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്നാപ്സീഡ് യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഏതൊരു ഇമേജ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് എടുക്കുക, ഇമേജ് ഓപ്പൺ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂൾസിനകത്ത് നിന്ന് ടെസ്റ്റ് ആഡ് ചെയ്യുക. സാധാരണ ടെസ്റ്റ് ആഡ് ചെയ്യുന്ന പോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫയർ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ആഡ് ചെയ്യുന്നു. ഫയർ ആഡ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കുക. ഇനിയിപ്പം ഈ തീയുടെ കുറച്ച് ഭാഗം നമുക്ക് ഈ ഫയറിനകത്ത് വേണം. അതായത് ഫയർ എന്നുള്ളത് ആറൊക്കെ അതിൻ്റെ അടിയിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാം. അതിന് നമ്മൾ വേണ്ട സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് ഈ ഐ എന്ന് പറഞ്ഞ ചിഹ്നമുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു എഡിറ്റിംഗ് മെനു ഉണ്ട്. ആ മെനു ഞെക്കി കഴിയുമ്പം അൺഡു, റീവേർട്ട്, വ്യൂ എഡിറ്റ്സ്, QR ലോക്ക് എന്ന് പറഞ്ഞാൽ 5-6 ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ വ്യൂ എഡിറ്റ്സ് എടുക്കുക. വ്യൂ എഡിറ്റ്സ് എടുക്കുമ്പം നമുക്കിവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ വരും. അതിനകത്തുനിന്ന് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഡിലക്റ്റ്, എഡിറ്റ്, പിന്നെ ടൂൾ എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. അതിനകത്ത് നടുക്കത്തെ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഏകദേശം നമുക്കത് പോയതായിട്ട് കാണാം. അത് പോയിട്ടൊന്നുമില്ല. അടിയിൽ 2 ആരോസ് മുകളിലേക്കും താഴോട്ടും കിടക്കുന്ന കാണാം. ആ ഒരു ഏറ്റവും ടോപ്പിലാക്കിയിട്ട് മൊത്തം റബ്ബ് ചെയ്യുന്ന പോലെ നമ്മൾ ആ പേര് എഴുതിയെടുത്ത് ചെയ്താൽ ആ ടെസ്റ്റ് വരും. ഇനി നമുക്ക് വേണ്ട ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കി മായ്ച്ച് കളയുന്നതിന് വേണ്ടി ഈ ആരോ ഡൗൺ ബട്ടൺ ഞെക്കുക. ഇപ്പോൾ 75 50 25 0 ഞെക്കിയാൽ ഫുള്ളായിട്ട് റബ്ബായി പോകും. പിന്നെ അവിടെ കാണാൻ പോലും പറ്റില്ല. നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ചെറിയ ലൈറ്റായിട്ട് വേണം. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം ഈ എടുത്ത് കഴിയുമ്പം അവിടെ പുകയാണുള്ളത്. പുക വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 25 50 വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്താൽ ജസ്റ്റ് ഒരു പുക വന്ന് മൂടിയ പോലെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് എഡിറ്റ് ചെയ്യുക. നമുക്കതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യാം. ഒരു പെർഫെക്ഷൻ വരുത്തിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഡൺ ചെയ്യുക. അപ്പോൾ വന്നു. ഇനി ജസ്റ്റ് സാറിന് ബാക്ക് അടിക്കുക, എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ചില കാര്യമുണ്ട്. ഈ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ട് സെറ്റിങ്സിൽ നമ്മുടെ ഇത് ഫോർമാറ്റ് ആൻഡ് ക്വാളിറ്റി JPG 100% ആണോ എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ ഇമേജ് സൈസിങ് ഒന്നെങ്കിൽ ഡു നോട്ട് റീസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിൽ തന്നെ ഇടുക. ഡു നോട്ട് റീസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതുപോലെ തന്നെ അതേ ക്വാളിറ്റി തന്നെ കിട്ടുന്നത്. അതുപോലെ JPG 100% ഇടുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി കിട്ടും. അത് കുറയ്ക്കുന്ന അനുസരിച്ച് ക്വാളിറ്റി കുറഞ്ഞു വരും. അപ്പം അതിനനുസരിച്ച് MB കുറയും. ചെറിയ MB മതിയെങ്കിൽ ഒരു അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ ഒരു JPG 80% ഒക്കെ ഇട്ടാൽ MB കുറയും. പക്ഷേ അതിനനുസരിച്ച് ക്വാളിറ്റിയും കുറയുന്നുണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ട് കുറയൊന്നുമില്ല, ഒരു ചെറിയൊരു ക്വാളിറ്റിയും കുറയും. ഞാൻ ചെയ്യുന്നതെല്ലാം 100% തന്നെ ഇട്ടാണ്. അതാണ് കുറച്ച് നല്ല ക്വാളിറ്റി തന്നെ ഇടും. എക്സ്പോർട്ട് ചെയ്യാം. ഇത് ഇച്ചിരി സമയമെടുത്ത് നല്ല ക്ലിയർ ആയിട്ട് ടൈപ്പൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ ഫോട്ടോയ്ക്ക് വരും.